ചേട്ടാ, തൻ്റെ പിതാവിനെ കൊലപ്പെടുത്തിയ പ്രതിയെ നിയമം വെറുതെ വിട്ടപ്പോൾ വർഷങ്ങളോളം നീതിക്ക് വേണ്ടി കാത്തിരുന്ന ആ മകൻ ഒടുവിൽ നിയമം കയ്യിലെടുത്തു എന്ന വാർത്തയാണ് അങ്കമാലി മഞ്ഞപ്രയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണ് ആ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? ഇത് 16-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് 6 മണിയോടെ കോതായി എന്ന് പറയുന്ന പ്രദേശം, അങ്കമാലിയിൽ നിന്ന് കുറച്ച് ദൂരെ റൂറൽ ഏരിയയാണ് ഈ മഞ്ഞപ്ര എന്ന് പറയുന്ന സ്ഥലം. മഞ്ഞപ്രയിൽ നിന്ന് അയ്യമ്പുഴയിലേക്ക് പോകുന്ന പാത, ഈ പാത ചെല്ലുന്നത് മലയാറ്റൂരിലേക്കും അല്ലെങ്കിൽ തിരിഞ്ഞ് അതിരപ്പള്ളിയിലേക്കുമാണ്. ഇവിടെ കോതായി എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു കുളിക്കടവ്, പാലം അതിനോട് ചേർന്നൊരു കുളിക്കടവ്. ഈ കുളിക്കടവിൽ മകനോടൊപ്പം കുളിക്കാൻ വന്നതാണ് ജോസ് എന്ന് പറയുന്ന, കിലുക്കൻ ജോസ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ഇദ്ദേഹം മകനോടൊപ്പം കുളിക്കാൻ വരുന്നു. വൈകിട്ട് 6 മണിയോടെ ഇവിടേക്ക് എത്തുന്ന പോളി കാളംപറമ്പൻ എന്ന് പറയുന്ന വ്യക്തി, ഇദ്ദേഹം ഒരു വിമുക്ത ഭടനാണ്. BSF ജോലി ഉണ്ടായിരുന്ന, ഇപ്പോൾ ഒരു സ്വകാര്യ ബാങ്കിലെ സുരക്ഷാ ഏജൻസിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്യുന്ന പോളി കാളംപറമ്പിൽ ഇദ്ദേഹം ഈ ജോസിനെ യാതൊരു പ്രകോപനവുമില്ലാതെ ഈ കുളിക്കടവിലെത്തി വെടിയുതിർക്കുന്നു. ആദ്യം തവണ തന്നെ വെടി ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലേൽക്കുന്നു. ഇദ്ദേഹം പ്രാണരക്ഷാർത്ഥം പുറംതിരിഞ്ഞ് മറുകരയിലേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഈ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പാലത്തിൻ്റെ മുകളിലൂടെ മറുകരയിലേക്ക് എത്തുന്ന പോളി വീണ്ടും തുടരെ നിറയൊഴിക്കുന്നു. ഏകദേശം 3ഓളം വെടിയുണ്ടകളാണ് ഈ ജോസിൻ്റെ ശരീരത്തിൽ തറച്ചു കയറുന്നത്. തൽക്ഷണം അവിടെ വീണ് ഇദ്ദേഹത്തിൻ്റെ മരണവും സംഭവിക്കുന്നു. ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഏകദേശം 8 വർഷത്തോളം നീണ്ടു നിന്ന പക, വൈരാഗ്യം. ഇദ്ദേഹത്തിൻ്റെ പിതാവ്, ഈ പോളി കാളംപറമ്പിലിൻ്റെ പിതാവ് ജോസ് കാളംപറമ്പിൽ 8 വർഷങ്ങൾക്ക് മുൻപ് കൊല്ലപ്പെട്ടതാണ്. ഈ കൊലപാതകി എന്ന് പറയുന്നത് ഈ ഇപ്പോൾ മരണപ്പെട്ട ജോസ് കിലുക്കൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അതെന്ന് പറയുമ്പോൾ 8 വർഷങ്ങൾക്ക് മുൻപ് ഈ ജോസിൻ്റെ കുടുംബ വീടും ഈ കാളംപറമ്പിൽ ജോസിൻ്റെ കുടുംബ വീടും തൊട്ടടുത്ത് തന്നെയാണ്. ഈ 2 വീട്ടുകാരും തമ്മിൽ അതിർത്തി തർക്കങ്ങളും പതിവായിരുന്നു. അങ്ങനെ ജോസ് താമസിക്കുന്നത് മറ്റൊരു വാടക വീട്ടിലാണ്. അന്നൊരു ദിവസം ഈ കുടുംബ വീട്ടിലേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ച, അവിടെ ഒരു അതിർത്തി തർക്കം നടക്കുകയാണ്. അപ്പോൾ കുടുംബാംഗങ്ങളുണ്ട്, മറുഭാഗത്ത് ആ ഒരു വീട്ടുകാരുമുണ്ട്. അങ്ങനെ അവരുമായിട്ടുള്ള തർക്കത്തിനൊടുവിൽ ഇദ്ദേഹം കയ്യിൽ കിട്ടിയ ഒരു കപ്പയുടെ കമ്പുണ്ട്, കപ്പയുടെ വേരുഭാഗം. ഈ വേരുഭാഗമുള്ള അടിഭാഗം എടുത്തിട്ട് ഇദ്ദേഹത്തെ പ്രഹരിക്കുന്നു. വയോധികനായ ഈ കാളംപറമ്പിൽ ജോസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ഇദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയ്ക്കൊടുവിൽ മരണപ്പെടുന്നു. ഇതായിരുന്നു അന്നത്തെ സംഭവം. ഇതിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. കിലുക്കൻ ജോസിനെ അറസ്റ്റ് ചെയ്യുന്നു. ഇദ്ദേഹം പിന്നീട് 1 വർഷത്തോളം ജയിലിലായിരുന്നു. പിന്നീട് നിയമ നടപടികൾക്കൊടുവിൽ ഇദ്ദേഹം കുറ്റക്കാരനാണെന്ന് സമർത്ഥിക്കാനുള്ള കാര്യങ്ങളൊന്നും ഹാജരാക്കാൻ പ്രോസിക്യൂഷനും പോലീസിനും സാധിച്ചില്ല. അതുകൊണ്ട് സംശയത്തിൻ്റെ ആനുകൂല്യത്തിലാണ് ജോസിനെ വെറുതെ വിട്ടത്. ഏകദേശം 1 വർഷത്തോളം മാത്രമാണ് ജോസിനെ തടവിൽ കഴിയേണ്ടി വന്നത്. ആ ഒരു കാര്യം തന്നെയായിരുന്നു ഈ കൊലയുടെ പ്രാഥമികമായിട്ടുള്ള കാര്യവും. കാരണമെന്ന് പറയുന്നത്, നിയമത്തിന് മുന്നിൽ തൻ്റെ പിതാവിനെ കൊന്നയാൾ ശിക്ഷിക്കപ്പെടുമെന്ന് ആ മകൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതിന് വിപരീതമായിട്ട് നിയമ സംവിധാനത്തിന് മുന്നിലെ പഴുതുകളിലൂടെ ഈ കൊലപാതകി പുറത്തിറങ്ങി തന്നെയും തൻ്റെ കുടുംബത്തെയും അപമാനിക്കുന്ന തരത്തിൽ പെരുമാറുന്നു. ഇതിന് കാരണമെന്ന് പറയുമ്പോൾ നമുക്ക് പ്രദേശവാസികളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ ജോസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ പോളിയെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. അതിൽ എത്രത്തോളം വ്യക്തത ഉണ്ടെന്നറിയില്ല. കാരണം ഈ ദൃക്സാക്ഷിയെ സ്വാധീനിച്ച് മൊഴി മാറ്റി പറഞ്ഞു, അങ്ങനെ ദൃക്സാക്ഷിക്ക് പണം കൊടുത്ത് ആ കേസ് അട്ടിമറിച്ചു എന്നൊക്കെയുള്ള വിചാരങ്ങളായിരുന്നു പോളിയുടെ മനസ്സിലുണ്ടായിരുന്നത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച പോളി ചന്തയിലേക്ക് പോകുന്ന വഴി, ഇറച്ചി വാങ്ങാൻ ചന്തയിലേക്ക് പോകുന്ന വഴിക്ക് ഈ ജോസിൻ്റെ ഭാഗത്തു നിന്ന് പ്രകോപനപരമായ എന്തോ ആംഗ്യം ഇയാളെ കാണിച്ചു. അതിനെ തുടർന്നാണ് ഇയാൾ വീണ്ടും പ്രകോപിതനാകുകയും ഇയാളെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തൻ്റെ കയ്യിൽ കരുതിയിരുന്ന റിവോൾവറുമായിട്ട് ഈ കോതായി പാലത്തിന് താഴെ ഇദ്ദേഹം സ്ഥിരമായിട്ട് കുളിക്കാൻ എത്തുന്നതാണ്. ഇദ്ദേഹം അന്ന് കുളിക്കാൻ വന്നത് തൻ്റെ മകനോടൊപ്പമാണ്. അങ്ങനെ ഇദ്ദേഹം കുളിക്കാൻ വരുന്ന സമയം തിരിച്ചറിഞ്ഞ് നേരെ അങ്ങോട്ടേക്ക് എത്തുന്നു. അവിടെ വെച്ച് ഈ ഒരു കൊലപാതകം കൃത്യം നടപ്പാക്കി ഇദ്ദേഹം നേരെ പോകുന്നത് അയ്യമ്പുഴ പോലീസ് സ്റ്റേഷനിലേക്കാണ്. ഏകദേശം വൈകിട്ട് 6 മണിയോടെ ഇദ്ദേഹം, ഏതാനും നിമിഷങ്ങൾക്കുള്ളിലാണ് ഈ ഒരു കൊലപാതകം നടന്നത്. അതിനുശേഷം നാട്ടുകാരൊക്കെ ഓടിക്കൂടി ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സമയത്ത് തന്നെ ഇദ്ദേഹം നേരെ നടന്ന് അയ്യമ്പുഴ പോലീസ് സ്റ്റേഷനിലെത്തി. അവിടെ താൻ ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് വന്നത്, എന്നെ അറസ്റ്റ് ചെയ്യണം, കസ്റ്റഡിയിൽ വെക്കണമെന്ന് പോലീസുകാരോട് അങ്ങോട്ട് ചെന്ന് കീഴടങ്ങുന്നതായിട്ട് ആവശ്യപ്പെടുന്നു. അങ്ങനെയാണ് പോലീസ് കസ്റ്റഡിയിൽ വെച്ച് പോലീസുകാർ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ സത്യമാണ്, ഇയാളിവിടെ കൊല്ലപ്പെട്ട് കിടക്കുന്നു. ഇതായിരുന്നു സംഭവം. ഇതിന് താഴെ വരുന്ന കമൻറ്റുകൾ, ഇത് ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ്. കേരളത്തിൽ ഇപ്പോൾ ഈ സമീപ ദിവസങ്ങളിലായി ധാരാളം ക്രൈമുകളാണ് അരങ്ങേറുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ ദാരുണമായ കൊലപാതകങ്ങളാണ്. അമ്മായിയമ്മ മരുമകളെ വെട്ടിക്കൊന്നു, പിതൃ സഹോദര പുത്രനെ ബന്ധു വെട്ടിക്കൊല്ലുന്നു, കൊല്ലത്ത് ഒരു ഗുണ്ടാ സംഘത്തിൻ്റെ കുടിപ്പകയിൽ ഒരാളെ നടുറോഡിൽ ജീവനെടുക്കുന്ന തരത്തിലേക്കുള്ള ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ, ഈ ഒരു വാർത്തയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾ എന്ന് പറയുമ്പോൾ
ഈ കൊലപാതകിയെ ഒരു കൊലപാതകത്തെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകളാണ് നമ്മുടെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളുടെ താഴെയൊക്കെ വരുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണപ്രിയയുടെ അച്ഛൻ ശങ്കരനാരായണനോടൊക്കെയാണ് ഈ ഒരു കൊലപാതകിയെ ഉപമിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നീതി നിഷേധിക്കപ്പെട്ടു, അവിടെ മകൻ തൻ്റെ അച്ഛനോടുള്ള ആഭിമുഖ്യം പ്രകടിപ്പിച്ചു, അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിച്ചു. ഇങ്ങനെയല്ല ഒരു അച്ഛന് മകന് അച്ഛനോടുള്ള ആഭിമുഖ്യം പ്രകടിപ്പിക്കേണ്ടത്. നിയമ സംവിധാനങ്ങളിലൂടെ കൃത്യമായ നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ലെന്നിരിക്കെ അത് കോടതി നടപടിയിലൂടെ പോയി തൻ്റെ അച്ഛൻ്റെ ഘാതകന് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ആ മകനെന്ന നിലയിൽ ശ്രദ്ധിക്കണമായിരുന്നു. അല്ലെങ്കിൽ അതിന് പകരമായിട്ട് കോടതി ഇയാളെ വെറുതെ വിട്ടു, അതിന് താൻ പോയി കൊലപാതകം ചെയ്യുന്നതാണ് അതിന് മറുപടി എന്നൊന്നും ആരും കരുതിയേക്കരുതെന്ന് നമുക്ക് പറയാൻ പറ്റൂ. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ജോസിൻ്റെ 2 മക്കളാണ്. ഇദ്ദേഹം ഈ ഒരു അന്നത്തെ കൊലപാതകം 2018 ആ ഒരു സംഭവത്തിന് ശേഷം ഇദ്ദേഹം അവിടെ നിന്ന് മാറി 3 കിലോമീറ്റർ ഇപ്പുറത്ത് മറ്റൊരു വീട് വെച്ച് അവിടെയാണ് താമസിക്കുന്നത്. ഈ KSRTCയിൽ ഒരു ജീവനക്കാരനും കൂടിയാണ്. അങ്ങനെ 2 കൗമാരക്കാരായ മക്കളാണ് ഇദ്ദേഹത്തിനുള്ളത്. ആ ഒരു മകൻ 11 വയസ്സുകാരനായ ഒരു മകനും ഈ കൊലപാതകം നടക്കുമ്പോൾ ആ സ്ഥലത്തുണ്ടായിരുന്നു. ഇദ്ദേഹം വെടിയേറ്റ് വീഴുന്നത് കണ്ട് ഭയപ്പെട്ട് ഓടിയ ആ കുട്ടി നാട്ടുകാരുടെ അടുക്കലെത്തുന്നു. പിന്നീട് ആശുപത്രിയിലൊക്കെ പ്രവേശിപ്പിക്കേണ്ടി വന്നു എന്നാണ് അറിയുന്നത്. കാരണം സ്വന്തം അച്ഛൻ ഒരു തോക്കിനിരയാകുന്നു, സ്വന്തം കൺമുൻപിൽ വെടിയേറ്റ് ചോര ചിന്തി വീഴുന്നു. ഒരു കാഴ്ച കാണേണ്ടി വരുന്ന ഒരു മകൻ്റെ മാനസികാവസ്ഥ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അല്ല, തീർച്ചയായിട്ടും ആ മകൻ്റെ മനസ്സിൽ തൻ്റെ അച്ഛൻ്റെ വേർപാട്, തൻ്റെ കൺമുൻപിൽ പിടഞ്ഞു വീണ അച്ഛൻ്റെ വേർപാട് ദീർഘകാലം ഉണ്ടാകും. അതൊരു ട്രോമയായിട്ട് ആ കുഞ്ഞിൻ്റെ ഭാവിയെ പോലും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ല. കൃത്യമായിട്ട് നീതി നടപ്പാക്കാനാണ് നമ്മുടെ നിയമ സംവിധാനങ്ങൾ. അതിന് മുന്നിലൂടെ പോയിട്ട് കിട്ടുന്ന നീതിക്കപ്പുറം നമ്മളും കൂടി ഒരു കൊലപാതകം ചെയ്ത് എന്തിനാണ് വെറുതെ ജയിലിലേക്ക് പോകുന്നത്? നമുക്കും കുടുംബമുണ്ട്, കുട്ടികളുണ്ട് എന്ന് ചിന്തിക്കുക. അതാണ് ഇതിലാദ്യം ചെയ്യാനുള്ളത്. എന്തായാലും മരണപ്പെട്ട ജോസ് 50 വയസ്സുകാരനാണ്. ഇദ്ദേഹത്തിൻ്റെ സഹോദരനടക്കം പറയുന്നത് മുൻപ് ഈ പോളിയുടെ ഭാഗത്ത് നിന്ന് നിരന്തരം ജീവന് ഭീഷണി ഉണ്ടായിരുന്നു, ഇദ്ദേഹം നിരന്തരം ഇയാളെ കൊലപ്പെടുത്തുമെന്ന് പറയാറുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. കാരണം കുടുംബ അംഗമാണ്. അപ്പോൾ എത്രത്തോളം വ്യക്തതയുണ്ടെന്ന് അറിയില്ല. എന്തായാലും മുൻപ് കാലടി പോലീസ് സ്റ്റേഷനിലും അയ്യമ്പുഴ പോലീസ് സ്റ്റേഷനിലും ഇയാളുടെ ഭാഗത്ത് നിന്നും നിരന്തരം ഭീഷണി ഉണ്ടായിരുന്നതായിട്ട് കാണിച്ച് കുടുംബാംഗങ്ങൾ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് ഈ സഹോദരൻ പറയുന്നത്. അതിൽ എത്രത്തോളം വ്യക്തതയുണ്ടെന്നറിയില്ല. എന്തായാലും പോലീസ് അന്വേഷണം നടക്കുകയാണ്. ഇപ്പോൾ ദൃക്സാക്ഷിയുള്ളൊരു കേസാണ്. കാരണം 11 വയസ്സുള്ള മകനാണ് ഇതിൻ്റെ ഏക ദൃക്സാക്ഷി. കൂടാതെ ഏതാനും ചില നാട്ടുകാരും ഇതിന് സാക്ഷികളായിട്ടുണ്ട്. എന്തായാലും പരമാവധി ശിക്ഷ തന്നെ കിട്ടട്ടെ. നിയമം കയ്യിലെടുക്കാൻ ഇനി ആരും ഇറങ്ങി പുറപ്പെടാതിരിക്കട്ടെ.